മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പണ്ട് തീർത്ഥവാദ മണ്ഡപത്തിൽ തിരുവനന്തപുരത്ത് ഒരു ക്ലാസ് എടുത്തപ്പോൾ, അതുപോലെ സൂര്യ കൃഷ്ണമൂർത്തിയുടെ പ്രോഗ്രാമിൽ എല്ലാ വർഷവും എൻ്റെ പ്രഭാഷണം ഉണ്ടാവാറുണ്ട്. ക്ലാസ് എടുത്തപ്പോൾ ഒന്ന് രണ്ട് വ്യക്തികൾ ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞ ഒരു എക്സ്പ്ലനേഷന് അല്പം എതിരായിട്ട് ഒരഭിപ്രായം പറഞ്ഞു. ഞാൻ പറഞ്ഞു, നെഹ്റു എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഭാരതത്തെ നശിപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മോറൽ സൈഡും അതുപോലെ തന്നെ ധാർമ്മികമായ സൈഡും എല്ലാം ഈ ഭാരതത്തിൽ പഞ്ചാബ് പ്രശ്നം ഉണ്ടാക്കിയതും ജമ്മു കാശ്മീരിലെ പ്രശ്നം ഉണ്ടാക്കിയതും നോർത്ത് ഈസ്റ്റിൽ പ്രശ്നം ഉണ്ടാക്കിയതും നോർത്ത് ഈസ്റ്റിൽ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ സംസ്കാരം ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് തികച്ചും ഭിന്നമാണ്, അത് സംരക്ഷിക്കുമെന്ന് പറഞ്ഞതോടുകൂടി അവിടെ അവർ ഭിന്നരാണ് ഭാരതത്തിൽ നിന്നുള്ള ധാരണയുണ്ടായി. പഞ്ചാബിൽ ചെന്ന് അദ്ദേഹം പറഞ്ഞു, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലികർപ്പിച്ച ഏറ്റവും അധികം വ്യക്തികളുള്ള സ്ഥിതിക്ക് പഞ്ചാബിന് പ്രത്യേക പരിഗണന ലഭിക്കുമെന്ന് പറഞ്ഞു. അത് ഖാലിസ്ഥാൻ മൂവ്മെന്റിൽ ചെന്നെത്തി. അതുപോലെ കാശ്മീർ സർവതന്ത്ര സ്വതന്ത്രമാണ്, അവിടുത്തെ സംസ്കാരവും വേറെയാണ്, നിങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടി കാശ്മീർ ഭാരതത്തിൽ നിന്ന് മറ്റൊരു പ്രദേശത്തേക്കായി. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് നെഹ്റു. ഭാരതത്തിനകത്ത് നേതൃത്വം നൽകി ഈ ഭാരതത്തെ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുന്നതിന് പകരം അദ്ദേഹം ഒരു ലോക നേതാവാകാനായിട്ട് ചമഞ്ഞിറങ്ങി. കൂട്ടത്തില് അദ്ദേഹത്തിന്റെ മോറൽ സൈഡും അത്ര ശരിയല്ല. അദ്ദേഹം മൗണ്ട് ബാറ്റൺ പ്രഭു ഒരിക്കൽ പറയുകയുണ്ടായി, ഐ ആം റിട്ടേണിങ് ഹോം, അതർവൈസ് ഐ വിൽ ലൂസ് മൈ വൈഫ്. ഞാൻ തിരിച്ചു പോവാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ എനിക്ക് നഷ്ടപ്പെടും എന്ന് ലോർഡ് മൗണ്ട് ബാറ്റൺ പറഞ്ഞിരുന്നു. അത് ആ വരിയാണ് യഥാർത്ഥത്തിൽ ഞാൻ പ്രഭാഷണം നടത്തിയപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടാതെ വന്നത്. ഞാനതങ്ങനെ വിചാരിച്ചു, എന്നെങ്കിലും ഓതന്റിക് ആയിട്ട് ഇതിൻ്റെ ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നെഹ്റുവിൻ്റെ തനി കളറ്, ഒരു ഭാരതത്തെ നശിപ്പിച്ച മനുഷ്യനാണ് ശരിക്കും നെഹ്റു. ഭിന്ദ്രൻവാലെ ഉണ്ടാക്കിയ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധി. എന്നിട്ട് ഈ ടെററിസത്തിൻ്റെയും ഖാലിസ്ഥാൻ്റെയും അതുപോലെ LTTEക്ക് വളം കൊടുത്ത് വിദേശ രാജ്യത്തിൽ പ്രശ്നം ഉണ്ടാക്കിയ വ്യക്തിയാണ് രാജീവ് ഗാന്ധി. അവർക്ക് അവരുടെ നന്മകൾ ഉണ്ടാവാം, പക്ഷെ നരസിംഹറാവു അങ്ങനെയല്ല, ലാൽ ബഹദൂർ ശാസ്ത്രി അങ്ങനെയല്ല. ഈ ഒരു കുടുംബമാണ് ശരിക്ക് ഭാരതത്തെ ഏറ്റവും അധികം പുറകോട്ട് വലിച്ചത്. അവർ അന്തർദേശീയ നേതാക്കന്മാരാവാൻ ശ്രമിക്കുമ്പോഴും ദേശത്തിനകത്ത് ശരിക്കും നെഹ്റു വിചാരിച്ചിരുന്നെങ്കിൽ 1947 മുതൽ 50 കാലയളവിൽ ഭാരതത്തിൽ സ്വച്ഛ ഭാരതം, ക്ലീൻ ഇന്ത്യ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. ഒരു രാഷ്ട്രം ജനിക്കുമ്പോൾ കൊടുക്കാൻ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്ന നിയമങ്ങൾ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് നെഹ്റുവിനെ പോലെയുള്ള ഒരു വ്യക്തിയെ എല്ലാവരും പ്രൊജക്റ്റ് ചെയ്ത് ആരാധിച്ചിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വിലയും ഉണ്ടായിരുന്നു. അന്ന് അതൊന്നും ചെയ്യാതെ, ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ അവനവനെ പ്രൊജക്റ്റ് ചെയ്യാനും മകളെ വളർത്താനും മകളെ പ്രധാനമന്ത്രിയാക്കാനും മകളുടെ മകനെ പ്രധാനമന്ത്രിയാക്കാനും ആ പാരമ്പര്യം ഇറ്റലിക്കാരിയും മന്ദബുദ്ധിയായിട്ടുള്ള മകനിലും വരെയും എത്തുന്ന ഒരു കാഴ്ച, അതൊരു വസ്തുതയാണ്, ആരെന്ത് പറഞ്ഞാലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. പക്ഷേ ഇമ്മോറൽ സൈഡിൽ ഒരു നല്ല ഉദാഹരണം അറിയണം. നമ്മളുടെ പ്രധാനമന്ത്രിയുടെ അവസ്ഥ എന്തൊക്കെ ആയിരുന്നു. ഏത് പ്രധാനമന്ത്രിയുടെയും നന്മകളും തിന്മകളും അറിയുന്ന കൂട്ടത്തിൽ വളരെ ഭംഗിയായിട്ട് ഇത് ശരിക്ക് നമ്മുടെ നെഹ്റുവിനെ കുറിച്ചും അമ്മയും നെഹ്റുവും പ്രണയിച്ചിരുന്നു. ശരിക്കും ലോർഡ് മൗണ്ട് ബാറ്റന്റെ മകള് പറയുന്നതാണ് ഈ വാർത്ത. അമ്മയും നെഹ്റുവും പ്രണയിച്ചിരുന്നു, അച്ഛന് എതിർപ്പില്ലായിരുന്നു. ഇനി ഞാനത് വായിക്കാം. ലണ്ടൻ. അമ്മ എഡിനായും ജവഹർലാൽ നെഹ്റുവും പ്രണയത്തിലായിരുന്നു. അതിനെ അച്ഛൻ ഒരിക്കലും എതിർത്തിട്ടുമില്ല. പറയുന്നത് മൗണ്ട് ബാറ്റൺ പ്രഭുവിൻ്റെയും എഡ്വിന പ്രലിയുടെയും ഇളയ മകൾ പമീല ഹിക്സ് അവരുടെ മകളാണ്. വിഭജനത്തിന് ശേഷം അഭയാർത്ഥി ക്യാമ്പുകളിൽ അമ്മ നടത്തിയ
നിസ്വാർത്ഥ സേവനം 60-ൽ 58-ാമത്തെ വയസ്സിൽ 1960-ൽ 58-ാമത്തെ വയസ്സിൽ ബോർണിയോയിൽ മരിക്കും വരെ സെന്റ് ജോൺസ് ആംബുലൻസ് സർവീസിൽ അമ്മ നടത്തിയ സേവനം ആരും ചർച്ച ചെയ്യുന്നില്ല. അമ്മയുടെ വിവാഹേതര ബന്ധങ്ങളാണ് മിക്കപ്പോഴും ലോകം ചർച്ച ചെയ്യുന്നത്. ലോകത്തിന് സെക്സിൽ മാത്രമാണ് താല്പര്യം. ഒരു സംശയവും വേണ്ട. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും എൻ്റെ അമ്മയും പ്രണയിച്ചിരുന്നു. അവർ തമ്മിൽ അത്രയ്ക്ക് ആത്മബന്ധമായിരുന്നു. പക്ഷേ എൻ്റെ പിതാവ് ഒരിക്കലും അസൂയാലുവായിരുന്നില്ല. ആ ബന്ധം അമ്മയെ വളരെ സന്തോഷവതിയാക്കിയിരുന്നതായി അച്ഛന് അറിയാമായിരുന്നു. എന്നാൽ അവർ തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടായതായി കരുതുന്നില്ല. അമ്മ സെക്സിനെ എതിർത്തിരുന്നു. മാത്രമല്ല, അടുത്ത കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്കൊപ്പം അയാളുടെ തന്നെ വീട്ടിൽ കിടക്കറ പങ്കിട്ട് വഞ്ചിക്കുന്നവളാണ് നെഹ്റുവെന്ന് കരുതുന്നുമില്ല. അവർ ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നുമില്ല. പോലീസും സഹായികളും എപ്പോഴും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അതിനാൽ ശാരീരിക ബന്ധം സാധ്യമായിരുന്നില്ല. നെഹ്റു ബഹുമാന്യനായിരുന്നു, പമീല പറഞ്ഞു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അന്ത്യനാളുകൾ വിവരിക്കുന്ന വൈസ്രോയ്സ് ഹൗസ് എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് തന്നെ സന്ദർശിച്ചവരോട് സംസാരിക്കുകയായിരുന്നു 87 വയസ്സുള്ള പമീല. ഈ സംഭാഷണത്തിൽ നെഹ്റു എഡ്വീന ബന്ധത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ 7 പ്രാധാന്യത്തോടെയാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ഹ്യൂ ബോൺ വിലാസ് മൗണ്ട് ബാറ്റന് ആയി വേഷമിടുന്നത്. ഗില്ലിയൻ ആൻഡേഴ്സൺ എഡ്വിനായും. പമീലയ്ക്ക് 17 വയസ്സുള്ളപ്പോഴാണ് മൗണ്ട് ബാറ്റന് അധികാരമൊഴിയേണ്ടി വന്നത് എന്നുള്ളത് അവർ പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിക്ക് വ്യക്തിപരമായിട്ടുള്ള ഏത് തരത്തിലും ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ഭാരതം പോലെയുള്ള ഒരു രാഷ്ട്രത്തിൽ ഈ ഭരണകർത്താക്കളുടെ ധാർമ്മിക, ലൈംഗിക, വ്യാവഹാരിക, സാമ്പത്തിക, സാംസ്കാരിക, മാനസിക, വിദ്യാഭ്യാസപരമായ ഈ വസ്തുതകളെല്ലാം ഭാരതത്തെ പോലെയുള്ള ഒരു രാഷ്ട്രത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നെഹ്റു നമ്മുടെ രാഷ്ട്രത്തിൽ ശരിക്ക് കുറേ നന്മകൾ ചെയ്തിട്ടുണ്ടാവാം. ഈ ലോകത്തിലെ ഏത് വീരപ്പനും ഏത് ഫൂലൻ ദേവിക്കും ഏത് ഒസാമ ബിൻ ലാദനും നന്മകളുണ്ട്, തിന്മകളുമുണ്ട്. പക്ഷെ ഒരു ഭരണാധികാരി യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോജനഃ സയത് പ്രമാണം ഗുരുതേ ലോകസ്തദനുവർത്തതേ. ഒരു ശ്രേഷ്ഠനായ ഭരണാധികാരി മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടതിന് പകരം സ്ത്രീകളുടെ കൂടെ വ്യവഹരിക്കുകയും അതുപോലെ മോറൽ സൈഡ് വീക്കാവുകയും അദ്ദേഹം തന്നെ വേറൊരു ഭരണാധികാരിയുടെ ഭാര്യയെ പ്രേമിക്കുകയും, അതായിരുന്നല്ലോ രാവണനും ചെയ്തത്. രാവണനും സീതയെ പ്രേമിച്ച ഒരു പെണ്ണിനെ പ്രേമിച്ചതല്ല, വേറൊരാളുടെ, ഒരു രാജാവിൻ്റെ മകന്റെ ഭാര്യ അല്ലെങ്കിൽ രാജാവാകാൻ പോകുന്ന ആളുടെ ഭാര്യയെയാണ് രാവണൻ പ്രേമിച്ചത്. ഇതെല്ലാമാണ് അധർമ്മം എന്ന് പറയുന്നത്. നമ്മളിൽ ഓരോരുത്തരും യഥാർത്ഥത്തിലെ നെഹ്റുവിനെ കുറിച്ചും യഥാർത്ഥത്തിൽ ഭരണാധികാരികളെക്കുറിച്ച് ചിന്തിക്കണം. കുറേയധികം ത്യാഗം ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയൊക്കെ സഹിച്ചിട്ടുണ്ട്. അതിൽ അവർക്ക് കുറച്ച് തിന്മകൾ ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് ക്ഷന്തവ്യമായിട്ടുള്ള, ക്ഷമിക്കാവുന്ന കുറവുകളാണ്. നെഹ്റുവിൻ്റേത് അങ്ങനെയല്ല. ഒരു പുതിയ രാഷ്ട്രം കയ്യിൽ വന്നിട്ട് സ്വാർത്ഥത മാത്രം വെച്ച് ഈ നാടിനെ ഇത്രയും കുട്ടിച്ചോറാക്കിയ ഒരു പ്രധാനമന്ത്രി ആണ് നെഹ്റു എന്ന് ശരിക്ക് അകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മനസ്സിലാവും. അതിന് ഒരു വരി ഞാനിത് പറയാൻ കാരണം, അന്ന് അദ്ദേഹത്തിൻ്റെ മോറൽ സൈഡിനെ കുറിച്ച് ഞാൻ വിവരിച്ചപ്പോൾ കുറച്ചു പേർക്കത്, ഒരു 5-6 പേർക്കത് ദഹിച്ചില്ല, രസിച്ചില്ല. അതിൻ്റെ വസ്തുത ഒന്ന്, ഇപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചൊരു ചിത്രം, മൂവി വരുന്ന സമയത്ത് നടന്ന ഈ ഒരു ഡയലോഗ് അഥവാ ഈ ഒരു വിവരണം പ്രസ് റിപ്പോർട്ടുമായി പുറത്തേക്ക് വന്നത്, ഈ സമയത്ത് ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് ധരിച്ചിരുന്നവർക്ക് പ്രയോജനപ്പെടുമെങ്കിൽ ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പ്രസന്റ് ചെയ്തത്. പ്രണാമം, നമസ്കാരം.